എല്ലാ വിദ്യാർത്ഥികൾക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഈ വർഷത്തെ +1 ഹയർ സെക്കൻഡറി സ്പോർട്സ് കോട്ട, മെറിറ്റ് കോട്ട, അതുപോലെ മോഡൽ റെസിഡൻഷ്യൽ സ്കൂളുകളിലേക്കുള്ള ഫസ്റ്റ് അലോട്ട്മെൻറ്റ് റിസൾട്ട് പ്രസിദ്ധീകരിച്ചു. വിദ്യാർത്ഥികൾക്ക് hscap.kerala.gov.in എന്നുള്ള വെബ്സൈറ്റ് വഴി നിങ്ങൾക്ക് നിങ്ങളുടെ അലോട്ട്മെൻറ്റ് റിസൾട്ട് പരിശോധിക്കാവുന്നതാണ്. അലോട്ട്മെൻറ്റ് ലഭിച്ച വിദ്യാർത്ഥികൾക്ക് നാളെ രാവിലെ 10 മണി മുതൽ, അതായത് ഈ ഒരു ജൂൺ 3-ാം തീയതി രാവിലെ 10 മണി മുതൽ ജൂൺ 5-ാം തീയതി വൈകുന്നേരം 5 മണി വരെയുള്ള ഏത് സമയത്തിൽ സ്കൂളിൽ പോയി കഴിഞ്ഞാലും അഡ്മിഷൻ നേടാൻ സാധിക്കുന്നതായിരിക്കും. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് എങ്ങനെയാണ് നിങ്ങളുടെ അലോട്ട്മെൻറ്റ് പരിശോധിക്കുക എന്നുള്ള കാര്യം നമുക്ക് നോക്കാം. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് ഇവിടെ ഓരോ കോട്ടയിലേക്ക് അലോട്ട്മെൻറ്റ് ലഭിച്ച വിദ്യാർത്ഥികൾക്ക് ഉള്ള ഇൻസ്ട്രക്ഷൻസ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ വിദ്യാർത്ഥികൾ ശ്രദ്ധിക്കേണ്ടത്, നിങ്ങൾ ഈ ഒരു 3 വിഭാഗങ്ങളിലും അപേക്ഷിച്ചിട്ടുണ്ടെങ്കിൽ 3 വിഭാഗത്തിൻ്റെയും അലോട്ട്മെൻറ്റ് റിസൾട്ട് കൃത്യമായിട്ട് പരിശോധിക്കേണ്ടതാണ്. നിങ്ങൾക്ക് ഒന്നിലധികം സ്കൂളുകളിൽ അലോട്ട്മെൻറ്റ് ലഭിച്ചിട്ടുണ്ടെങ്കിൽ വിദ്യാർത്ഥികൾ എവിടെ അഡ്മിഷൻ നേടണം എന്നുള്ളതിൽ കൃത്യമായിട്ട് ഒരു തീരുമാനം എടുക്കേണ്ടതാണ്. കാരണം വിദ്യാർത്ഥികൾ ഒരു സ്ഥലത്ത് അലോട്ട്മെൻറ്റ് കിട്ടി അവിടെ അഡ്മിഷൻ നേടുകയാണെങ്കിൽ വിദ്യാർത്ഥികൾക്ക് ഒന്നിലധികം സ്കൂളുകളിലേക്ക് അലോട്ട്മെൻറ്റ് ലഭിച്ചിട്ടുണ്ടെങ്കിൽ വിദ്യാർത്ഥികൾ അതിൽ ഏറ്റവും കൂടുതൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട സ്കൂൾ ഏതാണ്, ഏത് കോഴ്സിലാണ് അലോട്ട്മെൻറ്റ് ഇഷ്ടപ്പെട്ടിട്ടുള്ളത്, അപ്പോൾ ആ ഒരു സ്കൂളിൽ ജോയിൻ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. കാരണം നിങ്ങൾക്ക് ഒന്നിലധികം സ്കൂളുകളിൽ അലോട്ട്മെൻറ്റ് ലഭിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് സ്കൂളിൽ നിന്ന് ഏതെങ്കിലും ഒരു സ്കൂളിൽ മാത്രമേ ജോയിൻ ചെയ്യാൻ സാധിക്കത്തുള്ളൂ. ഒന്നിൽ ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ മറ്റ് വിഭാഗങ്ങളിൽ അലോട്ട്മെൻറ്റായിട്ട് കിട്ടിയിട്ടുള്ള സ്കൂളിൽ നിന്നുള്ള അലോട്ട്മെൻറ്റ് പ്രോസസ്സിൽ നിങ്ങൾ പുറത്താക്കപ്പെടുന്നതായിരിക്കും. അതുപോലെ തന്നെ വിദ്യാർത്ഥികൾക്ക് നിങ്ങൾക്ക് ഒരു സ്കൂളിൽ, അതായത് ഒരു വിഭാഗത്തിൽ മാത്രമേ അലോട്ട്മെൻറ്റ് കിട്ടിയിട്ടുള്ളൂ എങ്കിൽ നിങ്ങൾക്ക് അവിടെ അഡ്മിഷൻ നേടാവുന്നതും പിന്നീട് മറ്റു വിഭാഗങ്ങളിൽ അടുത്ത സെക്കൻഡ് അലോട്ട്മെൻറ്റ് വരുന്ന സമയത്ത് നിങ്ങളെ പരിഗണിക്കപ്പെടുന്നതും ആയിരിക്കും. ഇനി വിദ്യാർത്ഥികൾക്ക് നിങ്ങളുടെ അലോട്ട്മെൻറ്റ് മെമ്മോ എങ്ങനെ ഡൗൺലോഡ് ചെയ്യാം, അതുപോലെ നിങ്ങളുടെ അലോട്ട്മെൻറ്റ് റിസൾട്ട് എങ്ങനെ പരിശോധിക്കാം എന്ന് നോക്കാം. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് ഇവിടെ കാൻഡിഡേറ്റ് ലോഗിൻ SWS, അതുപോലെ കാൻഡിഡേറ്റ് ലോഗിൻ MRS, കാൻഡിഡേറ്റ് ലോഗിൻ സ്പോർട്സ് എന്നിങ്ങനെയുള്ള 3 ലിങ്കുകൾ കാണാൻ പറ്റും. അപ്പോൾ നിങ്ങൾ ഏതൊക്കെ ലിങ്കുകൾ ഉപയോഗിച്ചാണ് അപേക്ഷ സമർപ്പിച്ചത് ആ ഒരു ലിങ്കുകൾ കൂടിയൊക്കെ നിങ്ങളുടെ റിസൾട്ട് പരിശോധിക്കേണ്ടതാണ്. അപ്പോൾ ഞാനിപ്പോൾ കാൻഡിഡേറ്റ് ലോഗിൻ SWS ലിങ്ക് മുഖേന മാത്രമേ അപേക്ഷിച്ചിട്ടുള്ളൂ എങ്കിൽ ഞാൻ ആ ഒരു ലിങ്ക് മാത്രം ഓപ്പൺ ചെയ്ത് നോക്കിയാൽ മതി. അതേസമയം നിങ്ങൾ കാൻഡിഡേറ്റ് ലോഗിൻ SWS അതുപോലെ തന്നെ കാൻഡിഡേറ്റ് ലോഗിൻ സ്പോർട്സ് എന്നിങ്ങനെയുള്ള 2 ലിങ്കുകൾ കൂടി അപേക്ഷ സമർപ്പിച്ചിട്ടുണ്ടെങ്കിൽ വിദ്യാർത്ഥികൾ ആ ഒരു 2 ലിങ്കുകൾ ഉപയോഗിച്ചുകൊണ്ടും നിങ്ങളുടെ റിസൾട്ട് പരിശോധിക്കേണ്ടതാണ്. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് ഇവിടെ കാണാൻ സാധിക്കും കാൻഡിഡേറ്റ് ലോഗിൻ ചെയ്യാനായിട്ട് യൂസർ നെയിം അതുപോലെ തന്നെ പാസ്വേഡ്. യൂസർ നെയിം എന്ന് പറയുമ്പോൾ നിങ്ങളുടെ ആപ്ലിക്കേഷൻ നമ്പറാണ്. അതുപോലെ തന്നെ പാസ്വേഡ്, അതുപോലെ തന്നെ നിങ്ങളുടെ ജില്ല എന്നിവ നൽകി ലോഗിൻ ചെയ്യുക. ലോഗിൻ ചെയ്ത് കഴിയുന്ന സമയത്ത് നിങ്ങളോട് ചിലപ്പോൾ സെൻഡ് OTP എന്ന് പറഞ്ഞുള്ള ഓപ്ഷൻ ചോദിക്കും. അപ്പോൾ അങ്ങനെ ചോദിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ സെൻഡ് OTP എന്നുള്ളൊരു പച്ച ബട്ടൺ കാണാൻ പറ്റും. അതിൽ ക്ലിക്ക് ചെയ്യുക. നിങ്ങളുടെ ഫോണിലേക്ക് വരുന്ന OTP നൽകി സബ്മിറ്റ് ചെയ്യുക. അതോടുകൂടി പ്രൊഫൈൽ പേജിലേക്ക് പോകും. ചില സമയത്ത് ലോഗിൻ ചെയ്ത് കഴിഞ്ഞാൽ നേരിട്ട് പ്രൊഫൈൽ പേജിലേക്ക് പോവുകയാണ് ചെയ്യുക. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് അതിനുശേഷം നിങ്ങൾക്ക് അവിടെ പ്രൊഫൈലിൽ കാണാൻ സാധിക്കുന്നതാണ് കൺഗ്രാജുലേഷൻ യു ഹാവ് ഗോട്ട് അലോട്ട്മെൻറ്റ് എന്ന് പച്ച കളറിൽ കാണാൻ സാധിക്കും. അങ്ങനെയെങ്കിൽ നിങ്ങൾക്ക് അലോട്ട്മെൻറ്റ് കിട്ടിയെന്ന് മനസ്സിലാക്കാം. അതേസമയം സോറി യു ഹാവ് നോ അലോട്ട്മെൻറ്റ് എന്നാണ് കാണിക്കുന്നതെങ്കിൽ നിങ്ങൾക്ക് അലോട്ട്മെൻറ്റ് കിട്ടിയിട്ടില്ല എന്ന് മനസ്സിലാക്കാം. സോറി യു ഹാവ് നോ അലോട്ട്മെൻറ്റ് എന്നാണ് കാണിക്കുന്നതെങ്കിൽ നിങ്ങൾ പ്രത്യേകിച്ച് അടുത്ത മെറിറ്റ് കോട്ടയിലെ സെക്കൻഡ് അലോട്ട്മെൻറ്റിന് വെയിറ്റ് ചെയ്യുക. നിങ്ങൾ സ്പോർട്സ് കോട്ടയിലോ മോഡൽ റെസിഡൻഷ്യൽ സ്കൂളുകളിലേക്ക് അപേക്ഷ സമർപ്പിച്ചിട്ടുണ്ടെങ്കിലോ വൊക്കേഷണൽ ഹയർ സെക്കൻഡറി അഥവാ VHSCയിൽ അപേക്ഷിച്ചിട്ടുണ്ടെങ്കിലോ അതിൻ്റെ അലോട്ട്മെൻറ്റ് കൂടി പരിശോധിക്കുക. അതുപോലെ കൺഗ്രാജുലേഷൻസ് എന്ന് തന്നെ കാണിക്കുന്നു എങ്കിൽ കൂടിയും നിങ്ങൾ സ്പോർട്സ് കോട്ട, അതുപോലെ മോഡൽ റെസിഡൻഷ്യൽ കോട്ട, അതുപോലെ തന്നെ VHSC എന്നിങ്ങനെയുള്ള വിഭാഗങ്ങളിൽ അപേക്ഷ സമർപ്പിച്ചിട്ടുണ്ടെങ്കിൽ അതിൻ്റെ അലോട്ട്മെൻറ്റ് കൂടി കൃത്യമായിട്ട് നിങ്ങൾ പരിശോധിക്കേണ്ടതാണ്. അപ്പോൾ നിങ്ങൾ കൺഗ്രാജുലേഷൻസ് എന്ന് പറഞ്ഞുകൊണ്ടാണ് കാണിക്കുന്നതെങ്കിൽ നിങ്ങൾക്ക് പ്രൊഫൈൽ പേജിൽ തന്നെ താഴെയായിട്ട് ഫസ്റ്റ് അലോട്ട്മെൻറ്റ് റിസൾട്ട് എന്ന് പറഞ്ഞുകൊണ്ടുള്ള ഒരു ലിങ്ക് കാണാൻ പറ്റും. അപ്പോൾ അതിൽ നിങ്ങൾ ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ വിദ്യാർത്ഥികൾക്ക് അടുത്ത പേജിൽ നിങ്ങൾക്ക് കൺഗ്രാജുലേഷൻ യു ഹാവ് ഗോട്ട് അലോട്ട്മെൻറ്റ് എന്നും അതുപോലെ ഏത് സ്കൂളിൽ ഏത് കോഴ്സിലാണ് അലോട്ട്മെൻറ്റ് കിട്ടിയിട്ടുള്ളത് എന്നുള്ളതും കാണാനായിട്ട് സാധിക്കുന്നതാണ്. അതുപോലെ എത്രാമത്തെ ഓപ്ഷനാണ് അലോട്ട്മെൻറ്റ് കിട്ടിയതെന്നും കാണാൻ സാധിക്കും. ആ ഒരു പേജിൽ തന്നെ വ്യൂ അലോട്ട്മെൻറ്റ് ലെറ്റർ എന്ന് പറഞ്ഞുകൊണ്ട് കാണാൻ സാധിക്കും. അപ്പോൾ ആ ഒരു ലിങ്കിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് വിദ്യാർത്ഥികൾ നിങ്ങളുടെ അലോട്ട്മെൻറ്റ് ലെറ്റർ ഡൗൺലോഡ് ചെയ്ത് എടുക്കേണ്ടതാണ്. അതുപോലെ അതിൽ നിങ്ങളുടെ റാങ്ക് ഡീറ്റെയിൽസും കാണാൻ സാധിക്കുന്നതാണ്. അപ്പോൾ നിങ്ങൾ വ്യൂ അലോട്ട്മെൻറ്റ് ലെറ്റർ എന്നുള്ള ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് നിങ്ങളുടെ അലോട്ട്മെൻറ്റ് ലെറ്റർ ഡൗൺലോഡ് ചെയ്തെടുക്കുക. അതിനുശേഷം വിദ്യാർത്ഥികൾ നേരത്തെയുള്ള, അതായത് ഈ ഒരു ഹോം പേജിലേക്ക് വരിക. അതിനുശേഷം നിങ്ങൾക്ക് അതായത് കാൻഡിഡേറ്റ് ലോഗിൻ MRS അതുപോലെ തന്നെ കാൻഡിഡേറ്റ് ലോഗിൻ സ്പോർട്സ് എന്നിങ്ങനെയുള്ള വിഭാഗങ്ങളിൽ നിങ്ങൾ അപേക്ഷ സമർപ്പിച്ചിട്ടുണ്ടായിരുന്നുവെങ്കിൽ അതിൻ്റെ റിസൾട്ട് കൂടി നിങ്ങൾ കൃത്യമായിട്ട് പരിശോധിക്കുക. അപ്പോൾ ഇതുകൂടി പരിശോധിച്ച് നിങ്ങൾക്ക് അതിൽ എവിടെയൊക്കെ അലോട്ട്മെൻറ്റ് കിട്ടിയെന്ന് മനസ്സിലാക്കുക. ഒന്നിലധികം സ്കൂളുകളിലേക്ക് നിങ്ങൾക്ക് അലോട്ട്മെൻറ്റ് ലഭിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ താല്പര്യപ്രകാരം എവിടെയാണോ അഡ്മിഷൻ നേടാൻ ഉദ്ദേശിക്കുന്നത് അവിടെ അഡ്മിഷൻ നേടുക. പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത്, ഒന്നിലധികം സ്കൂളുകളിൽ അലോട്ട്മെൻറ്റ് ലഭിച്ച വിദ്യാർത്ഥികൾ എവിടെ അഡ്മിഷൻ നേടുന്നോ ആ ഒരു അഡ്മിഷൻ നേടാതിരിക്കുന്ന
സ്കൂളുകളുണ്ടാകും. ടെമ്പററി ആയിട്ടെങ്കിലും അഡ്മിഷൻ നേടാതെ സ്കൂളുകളുണ്ടായിരിക്കും. കാരണം ഒരു വിദ്യാർത്ഥിക്ക് ഒരു സ്കൂളിലെ അഡ്മിഷൻ നേടാൻ പറ്റത്തുള്ളൂ. അപ്പോൾ അങ്ങനെ ഒന്നിലധികം സ്കൂളുകൾ ഉണ്ടെങ്കിൽ അതിലേത് സ്കൂളിലെ ഏത് കോഴ്സാണ് നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ താല്പര്യമുള്ളത് അവിടെ ജോയിൻ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് ഒന്നിലധികം സ്കൂളുകളിൽ അഡ്മിഷൻ നേടിയിട്ടുണ്ടെങ്കിൽ അലോട്ട്മെൻറ്റ് കിട്ടിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഏതെങ്കിലും ഒരു സ്കൂളിൽ നിങ്ങൾ അഡ്മിഷൻ നേടുന്ന സാഹചര്യത്തിൽ മറ്റു അലോട്ട്മെൻറ്റുകളുടെ പ്രോസസ്സിൽ നിന്ന് നിങ്ങളെ പുറത്താക്കപ്പെടുന്നതായിരിക്കും. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് ഈ ഒരു വീഡിയോ ഉപകാരപ്രദമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.